In the last video, we have seen the rules for selecting the rotor slots. So that is summarized into 1, 2, 3, 4. Separately, it is given as like this 1, 2, 3, 4, and it is summarized as put it in this box. It should not be 0, that is the number of stator slots SS and the number of rotor slots SR. They should not be equal, or the difference should not be 0. അത് ഒരു പോളിൻ്റെ നമ്പർ. ഇഫ് പി ഈസ് ദ പോൾസ്, നമ്പർ ഓഫ് പോൾസ്, the difference should not be equal to the number of poles. The difference should not be equal to twice the number of poles. Plus or minus കൂടുകയോ കുറയോ ചെയ്യാൻ പാടില്ല. അതുപോലെ should not be equal to 3p plus or minus 3p. The difference should not be equal to plus or minus 5p, plus or minus 1, plus or minus 2, plus or minus p plus or minus 1, plus or minus p plus or minus 2. അപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന ഇതെല്ലാം കൊണ്ട് സമ്മറൈസ് ചെയ്താണ്. അപ്പോൾ അത് സ്യൂട്ടബിൾ കോമ്പിനേഷൻസ് ഓഫ് സ്റ്റേറ്റർ ആൻഡ് റോട്ടർ. ആദ്യം പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റർ 24 4 പോളിന് കേജ്, സ്ക്വിറൽ കേജ് മോട്ടർ ആണെങ്കിൽ 4 പോളിന്, സ്റ്റേറ്റർ സ്ലോട്ട്സ് 24 ആണെങ്കിൽ റോട്ടർ സ്ലോട്ട്സ് 34, ഡിഫറെൻറ്റ് റോട്ടർ കോമ്പിനേഷൻസ്. It should not be exactly necessarily like this, but normally used combinations for the different poles. അപ്പോൾ അതും തന്നിട്ടുണ്ട്. പിന്നെ റിഡക്ഷൻ ഓഫ് ഹാർമോണിക് ടോർക്സ്, ഹാർമോണിക്സ് കുറയ്ക്കാനായിട്ട് നമുക്ക് കോഡിംഗ് ഉണ്ട്. കോഡിങ് ഷോർട്ട് കോഡിംഗ് ആണ്. അപ്പോൾ അത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സ്ക്യൂവിങ് ഉണ്ട്. സ്ക്യൂവിങ് എന്ന് പറഞ്ഞാൽ ഗിവിങ് എ സ്ലൈറ്റ് ഇൻക്ലിനേഷൻ മെയിൻലി ഫോർ ദ റോട്ടർ സ്ലോട്ട്സ്. സ്റ്റേറ്റർ സ്ലോട്ട്സിനും റോട്ടർ സ്ലോട്ട്സിനും നമുക്ക് സ്ക്യൂവിങ് നടത്താമെങ്കിലും നോർമലി സ്ക്യൂവിങ് ഈസ് ഡൺ ഫോർ ദ റോട്ടർ സ്ലോട്ട്സ്. സ്റ്റേറ്റർ സ്ലോട്ട്സിനും റോട്ടർ സ്ലോട്ട്സിനും നമുക്ക് സ്ക്യൂവിങ് കൊടുക്കാമെങ്കിലും, ഏതെങ്കിലും ഒന്നിന് കൊടുക്കാമെങ്കിലും സാധാരണയായിട്ട് റോട്ടർ സ്ലോട്ട്സിനാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒന്നിന് കൊടുത്താൽ മതിയാണ്. അത് സാധാരണയായിട്ട് റോട്ടർ സ്ലോട്ട്സിനാണ് ഒരു ചെറിയ ഇൻക്ലിനേഷൻ റോട്ടർ സ്ലോട്ട്സ്. അങ്ങനെയാണത്. അപ്പം സ്ക്യൂവിങ്, വൈബ്രേഷൻ ആൻഡ് നോയ്സ് ഒക്കെ മറ്റ് 1, 2, 3, 4 എന്ന് പറയുന്ന സമ്മറൈസ് ചെയ്തിരിക്കുന്ന ആ പോയിൻറ്റുകളും പലതും എഴുതാൻ പറ്റും. അതിൽ ഹാർമോണിക്സ് കൊണ്ട്, വൈബ്രേഷൻ ആൻഡ് നോയ്സ് ഒക്കെ വരുന്ന ഹാർമോണിക്സ് കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്ത റോട്ടർ ബാർക്കറിനെ കുറിച്ചാണ്. റോട്ടർ ബാർ എന്ന് പറഞ്ഞാൽ സ്ക്വിറൽ കേജ് റോട്ടറിൻ്റെ ബാറിനകത്തൂടെ പോകുന്ന കറണ്ട്. ദ ഫോളോയിങ് ഫോർ ഫൈൻഡിങ് ദ കറണ്ട് ഇൻ ദി സ്ക്വിറൽ കേജ് റോട്ടർ ബാർസ്, നമ്മൾ സ്ക്വിറൽ കേജ് റോട്ടർ കണ്ടക്ടേഴ്സിന് വിളിക്കുന്ന റോട്ടർ ബാർസ് എന്നാണ്. ഇറ്റ് ക്യാൻ ബി അസ്യൂംഡ് ദാറ്റ് ദ റോട്ടർ MMF ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദി സ്റ്റേറ്റർ MMF. നമുക്ക് ഈ ട്രാൻസ്ഫോമർ, ഇൻഡക്ഷൻ മോട്ടർ ക്യാൻ ബി റിഗാർഡ് ആസ് എ ട്രാൻസ്ഫോമർ വിത്ത് ഷോർട്ട് സർക്യൂട്ടഡ് ആൻഡ് റൊട്ടേറ്റിംഗ് സെക്കൻഡറി. അപ്പോൾ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ പല തിയറികളും നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു ട്രാൻസ്ഫോമറായിട്ട് പരിഗണിച്ചുകൊണ്ടാണ്. ദ സ്റ്റേറ്റർ വൈൻഡിങ് ഫോംസ് ദ പ്രൈമറി വൈൻഡിങ് ആൻഡ് ദ റോട്ടർ വൈൻഡിങ് ഈസ് റിഗാർഡഡ് ആസ് ദ സെക്കൻഡറി വൈൻഡിങ്. അപ്പം ട്രാൻസ്ഫോമറിലാണെങ്കിൽ പ്രൈമറി MMF ഈക്വൽ ടു സെക്കൻഡറി MMF, N1 I1 ഈക്വൽ ടു N2 I2. അത് അപ്രോക്സിമേറ്റ് ആണ്. ശരിക്കും പ്രൈമറി MMF N1 I1 ആണ് കൂടുതൽ, സെക്കൻഡറി MMF കുറവാണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദി നോ ലോഡ് കറണ്ട് I0. അപ്പോൾ ഇവിടെ അത് തന്നെ ഉണ്ട്. ദ ഡിഫറൻസ് ഈസ് അബൌട്ട് 15%. ഇവിടെ നോ ലോഡ് കറണ്ട് ഉണ്ട്. ബിക്കോസ് ഓഫ് ദാറ്റ് ഡിഫറൻസ് റോട്ടർ MMF പറയുന്നുണ്ട്, ഡ്യൂ ടു ദ മാഗ്നറ്റൈസിങ് MMF it can be taken as the rotor MMF can be taken as about 85%. The rotor MMF is equal to 0.85 times the stator MMF. 15% MMF is regarded for the magnetizing no load MMF. Thus the rotor MMF is can be approximately taken as 85% or 0.85 times the stator MMF. അത് approximate ആണ്. The number of rotor bars SR equal to number of rotor slots. റോട്ടർ കണ്ടക്ടേഴ്സ് എന്നുള്ളത് SR എന്ന് പറഞ്ഞ് എടുത്തിരിക്കുകയാണ്. നമ്പർ ഓഫ് റോട്ടർ ബാർസ്, റോട്ടർ സ്ലോട്ട്സ്. IB the rotor bars, IB the rotor bar current. IB is the rotor bar current. അപ്പം റോട്ടർ ബാർ കറണ്ട്
റോട്ടർ ബാർ എന്ന് പറയുന്ന ഓരോ റോട്ടർ സ്ലോട്ട്സിൽ നമ്മൾ ഓരോ കണ്ടക്ടർ വെക്കുന്നത്, റോട്ടർ കണ്ടക്ടറാണ് വെക്കുന്നത്. ഇപ്പം നമ്പർ ഓഫ് റോട്ടർ ബാർസ് ഇസ് SR. അപ്പോൾ റോട്ടർ MMF സമം SR/2 ഇൻറ്റു റോട്ടർ MMF എന്ന് പറഞ്ഞാൽ റോട്ടർ ടേൺസ് ഇൻറ്റു ദ കറണ്ട് ദാറ്റ് ഈസ് ഫ്ലോയിങ് ത്രൂ ദ ടേൺസ്. അപ്പോൾ റോട്ടർ MMF, അപ്പം ടേൺസ് കണ്ടുപിടിക്കാനായിട്ട് കണ്ടക്ടേഴ്സിൻ്റെ പകുതി. റോട്ടർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ SR തന്നെ. ഓരോ സ്ലോട്ടിലും റോട്ടർ സ്ലോട്ടിലും ഓരോ കണ്ടക്ടർ വെക്കുന്നു, ഒരു റോട്ടർ ബാർ വെക്കുന്നു, ഒന്നലധികം വെക്കത്തില്ല. അപ്പം ടേൺസ് എന്ന് പറഞ്ഞാൽ രണ്ട് കണ്ടക്ടർ ചേരുന്നതാണ് ഒരു ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ SR/2 ആണ് ടേൺസ് ഇൻറ്റു കറണ്ട്, റോട്ടർ കറണ്ട്. അപ്പോൾ റോട്ടർ MMF എന്ന് പറഞ്ഞാൽ SR/2 ഇൻറ്റു IB. സ്റ്റേറ്റർ MMF സമം 3 ഇൻറ്റു, അപ്പോൾ IS എന്ന് പറയുന്ന സ്റ്റേറ്റർ കറണ്ട് പെർ ഫേസും TS എന്ന് പറയുന്നത് ടേൺസ് പെർ ഫേസും ആണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. IS ഈസ് ദി സ്റ്റേറ്റർ കറണ്ട് പെർ ഫേസ് ആൻഡ് TS ഈസ് ദ ടേൺസ് പെർ ഫേസ് ഓഫ് ദ സ്റ്റേറ്റർ. അപ്പം മൊത്തം സ്റ്റേറ്റർ MMF എന്താണ്? സ്റ്റേറ്റർ MMF പെർ ഫേസ് എന്ന് പറഞ്ഞാൽ TS ഇൻറ്റു IS. 3 ഫേസ് ഉണ്ട് സ്റ്റേറ്ററിന്. അപ്പോൾ 3 ഇൻറ്റു IS ഇൻറ്റു TS. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റോട്ടർ MMF ഇസ് ഈക്വൽ ടു 85% ഓഫ് സ്റ്റേറ്റർ MMF. അപ്പം സ്റ്റേറ്റർ MMF എന്ന് പറയുന്നത് 3 ഇൻറ്റു IS ഇൻറ്റു TS ആണ്. അപ്പം റോട്ടർ MMF എന്ന് പറയുന്നത് നേരത്തെ നമ്മളിവിടെ എഴുതി SR/2 ഇൻറ്റു IB. അപ്പോൾ SR/2 ഇൻറ്റു IB സമം 0.85 ഇൻറ്റു 3 ഇൻറ്റു IS ഇൻറ്റു TS. അതിൽ നമുക്ക് റോട്ടർ ബാർ കറണ്ട്, സ്ക്വിറൽ കേജ് റോട്ടറിൽ കൂടെ പോകുന്ന കണ്ടക്ടറിൽ കൂടെ പോകുന്ന കറണ്ട് എന്ന് പറയുന്ന IB ബാർ കറണ്ട് ഇസ് ഈക്വൽ ടു 0.85 നോക്കണം 2 ഇൻറ്റു, അപ്പോൾ അത് 6 ആകും. പിന്നെ IB സമയം SR കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ 0.85 ഇൻറ്റു 6 ഇൻറ്റു 2 ഇൻറ്റു 3 മേക്സ് ഇറ്റ് 6 ഇൻറ്റു TS/IS ഡിവൈഡ് ബൈ SR. അപ്പം ഫ്രം ദിസ് expression for rotor current can be derived. 0.85 ഇൻറ്റു 6 ഇൻറ്റു TS ഇൻറ്റു IS ഡിവൈഡഡ് ബൈ SR. അങ്ങനെ പഠിച്ചു വെക്കുന്നതായിരിക്കും നല്ലത്. അത് കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. അപ്പം കുറേ നമ്മൾ റെഫർ ചെയ്ത് കഴിയുമ്പോൾ this will be memorized automatically. ഏരിയ ഓഫ് റോട്ടർ ബാർസ്. ഇനി ഓരോ റോട്ടർ ബാറിന് എന്ത് ഏരിയ കൊടുക്കണം, ക്രോസ് സെക്ഷൻ കൊടുക്കണം. റോട്ടർ കണ്ടക്ടറിൻ്റെ ഏരിയ ഓഫ് റോട്ടർ ബാർസ് അസ്യൂമിങ് എ സ്യൂട്ടബിൾ വാല്യൂ ഓഫ് കറണ്ട് ഡെൻസിറ്റി ഫോർ ദ റോട്ടർ ബാർസ്. അപ്പോൾ ഈ റോട്ടർ ബാർസിൽ കൂടെ കറണ്ട് പോകുന്ന അതിൻ്റെ കറണ്ട് ഡെൻസിറ്റി നമുക്ക് അസ്യൂം ചെയ്യാം. കോപ്പർ ബാർസാണ് സാധാരണ ഉപയോഗിക്കുന്നത്, കോപ്പർ ബാർസ് ആയിരിക്കും. വേറെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് സാധാരണ ഉപയോഗിക്കുന്ന കറണ്ട് ഡെൻസിറ്റി. Assuming a suitable value of current density for the rotor bars, the area of rotor conductor could be calculated. A high resistance rotor bar has good starting torque. സ്ക്വിറൽ കേജ് റോട്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടിയാൽ എന്താ സംഭവിക്കുക? നമ്മൾ ആദ്യം ഇൻഡക്ഷൻ മോട്ടോർ പഠിച്ചപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് ദ ഇൻഡക്ഷൻ മോട്ടോർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി റോട്ടർ റെസിസ്റ്റൻസ്. അപ്പോൾ ഹൈ റെസിസ്റ്റൻസ് റോട്ടർ ആണെന്നുണ്ടെങ്കിൽ താരതമ്യേന കൂടുതൽ കോപ്പറിന് പകരം റെസിസ്റ്റൻസ് കൂടിയ എന്തെങ്കിലും മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടും. പക്ഷേ പ്രോബ്ലം ഈസ് സ്ഥിരമായിട്ട് റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ ഗ്രേറ്റർ കോപ്പർ ലോസ് ആൻഡ് സോ ലോവർ എഫിഷ്യൻസി അണ്ടർ റണ്ണിങ് കണ്ടീഷനിൽ കോപ്പർ ലോസും എഫിഷ്യൻസിയും കുറവായിരിക്കും. ദ റിവേഴ്സ് ഇസ് ട്രൂ ഫോർ ലോ റെസിസ്റ്റൻസ് ബാർസ് ഉപയോഗിക്കുകയാണെങ്കിൽ ദ റിവേഴ്സ് ഇസ് ട്രൂ ഫോർ ലോ റെസിസ്റ്റൻസ് റോട്ടർ. അപ്പോൾ കോപ്പർ ഉപയോഗിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഹാവ് പുവർ സ്റ്റാർട്ടിംഗ് ടോർക്ക്. ലോ റെസിസ്റ്റൻസ് അതായത് കോപ്പർ ബാർ ഉപയോഗിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. പിന്നെ ഈ ബാർസ് എല്ലാം കൂടെ രണ്ടറ്റത്ത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുക എൻട്രിങ്സ് വെച്ച്. അപ്പം ബിക്കോസ് ഓഫ് ദാറ്റ് ദ നെറ്റ് റെസിസ്റ്റൻസ് റോട്ടർ റെസിസ്റ്റൻസ് വിൽ ബി ലെസ്. നെറ്റ് റെസിസ്റ്റൻസ് ലെസ് ആയതുകൊണ്ട് പുവർ സ്റ്റാർട്ടിംഗ് ടോർക്കാണ്. ഓവറാൾ ഇഫക്റ്റീവ് റോട്ടർ റെസിസ്റ്റൻസ് ഈസ് പുവർ ആൻഡ് ഹെൻസ് low starting torque. But under normal running conditions, since the resistance is less, it will have good running performance. അതായത് കോപ്പർ ലോസ് അണ്ടർ റണ്ണിങ് കണ്ടീഷൻ, നോർമൽ റണ്ണിങ് കണ്ടീഷനിൽ കോപ്പർ ലോസ് കുറവായിരിക്കും, എഫിഷ്യൻസി നല്ലതായിരിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. ഇതിന് രണ്ട് ഓപ്പോസിറ്റാണ്. ചൂസിങ് ഹയർ കറണ്ട് ഡെൻസിറ്റി. കൂടുതൽ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മീൻസ് ലെസർ കണ്ടക്ടർ ഏരിയ.
കണ്ടക്ടർ ഏരിയ കുറയ്ക്കാൻ പറ്റും. കണ്ടക്ടർ ഏരിയ കുറച്ചുകൊണ്ട് നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഒരു പരിധി വരെ നമുക്ക് റെസിസ്റ്റൻസ് റോട്ടർ കണ്ടക്ടർ ഇപ്പോൾ കോപ്പർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഏരിയ ഒന്ന് കുറച്ച് കൊടുത്താലും നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ ഇൻറ്റു എൽ ബൈ എ. റെസിസ്റ്റൻസ് ഈക്വൽ ടു റോ, റെസിസ്റ്റിവിറ്റി ഇൻറ്റു ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ ഡിവൈഡഡ് ബൈ എ. അപ്പോൾ ഏരിയ കുറയ്ക്കുമ്പോൾ ഏരിയ ഡിനോമിനേറ്ററിലാണ്, കുറയ്ക്കുമ്പോൾ റെസിസ്റ്റൻസ് കൂടുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാൻ പറ്റും. അപ്പം കറണ്ട് ഡെൻസിറ്റി നമ്മൾ കൂടുതൽ വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും, അതായത് 1 mm² കൂടെ കൂടുതൽ കറണ്ട് പോകാൻ നമ്മൾ അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏരിയ മതിയാവും, കണ്ടക്ടറിൻ്റെ ഏരിയ കുറച്ച് മതിയാവും. അങ്ങനെ നമുക്ക് കണ്ടക്ടറിൻ്റെ ഏരിയ കുറയ്ക്കാൻ പറ്റും. കോമൺലി യൂസ്ഡ് current density for copper. Current density in the rotor bars delta B could be selected between 4 to 7. നമ്മൾ സാധാരണ കോപ്പർ കണ്ടക്ടറിന് 5 വൈൻഡിങ് വയറിനൊക്കെ ആണെങ്കിൽ 4 അപ് ടു മാക്സിമം 5 ആണ്. ചുരുങ്ങിയത് 2 മുതൽ നമ്മൾ 5 ആംപിയർ/mm² വരെയാണ്. ട്രാൻസ്ഫോമർ ഡിസൈനൊക്കെ ചെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. സെലക്റ്റഡ്. പക്ഷേ ഇവിടെ റോട്ടർ ബാഴ്സ് നമുക്ക് കുറച്ച് താരതമ്യേന കൂടുതൽ കറണ്ട് നമുക്ക് പാസ് ചെയ്യിക്കാം. കൂടുതൽ കറണ്ട് പാസ് ചെയ്യിക്കുമ്പോൾ നമുക്ക്, അതായത് കറണ്ട് ഡെൻസിറ്റി കൂട്ടാൻ പറ്റും. കറണ്ട് ഡെൻസിറ്റി കൂട്ടുക എന്ന് പറഞ്ഞാൽ ഏരിയ കുറച്ച് വരും. ഏരിയ കുറയുമ്പോൾ റെസിസ്റ്റൻസ് കുറച്ചൊക്കെ കൂടും. അങ്ങനെ റെസിസ്റ്റൻസ് ഒരുമാതിരി കാണും. അപ്പോൾ നമുക്ക് സ്റ്റാറ്റിക് ടോർക്കൊക്കെ ആവശ്യമായിട്ട് അത്രയും കിട്ടും. സ്ക്വിറൽ കേജ് റോട്ടറിന് ഉദ്ദേശിക്കുന്ന റോട്ടർ റെസിസ്റ്റൻസ് കിട്ടും. ഈസ് നോർമലി സെലക്റ്റഡ് ബിറ്റ്വീൻ 4 to 7 ആംപിയർ/mm². കറണ്ട് ഡെൻസിറ്റി 4. അപ്പോൾ ഇതൊന്ന് ഓർമ്മയിരിക്കണം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏരിയ ഓഫ് ഈച്ച് ബാർ, ഓരോ റോട്ടർ കണ്ടക്ടറിൻ്റെ ഏരിയ അപ്പോൾ എങ്ങനെ വരും? എ ബി. ഏരിയ ഓഫ് ദ റോട്ടർ ബാർ ഈസ് റോട്ടർ കറണ്ട്, ബാർ കറണ്ട് നമ്മൾ കണ്ടുപിടിച്ചു. ബാർ കറണ്ട് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം ദിസ് എക്സ്പ്രഷൻ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഐ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബി. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ റോട്ടർ ബാർ. അപ്പോൾ നമ്മൾ ആദ്യമാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് റൂൾസ് ഉണ്ട്. നമുക്ക് റോട്ടറിൽ, സ്ക്വിറൽ കേജ് റോട്ടറിൽ എത്ര ബാഴ്സ്, എത്ര സ്ലോട്ട്സ് വേണമെന്ന്, എത്ര സ്ലോട്ട്സ് ഉണ്ട്. ഇപ്പം 36 സ്ലോട്ട് ഉണ്ടെങ്കിൽ 36 ബാർ റോട്ടറിൽ കാണും, 36 റോട്ടർ കണ്ടക്ടർ കാണും. എന്നിട്ട് നമ്മൾ പിന്നെന്താ കണ്ടുപിടിക്കുക? റോട്ടർ കറണ്ട്, ഓരോ ബാറിൽ കൂടെയും പോകുന്ന കറണ്ട് നമ്മളിത് വെച്ച് കണ്ടുപിടിക്കും. അപ്പോൾ എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ബാറിൻ്റെ ഏരിയ, എത്ര കനമുള്ള ഏരിയ ഉള്ള കണ്ടക്ടറാണ് ഉപയോഗിക്കേണ്ടത്. അതിന് നമ്മൾ കറണ്ട് ഡെൻസിറ്റി ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കിയിട്ട് ഈ ഒരു മാനദണ്ഡം അനുസരിച്ച് നമ്മൾ കറണ്ട് ഡെൻസിറ്റി വെച്ചിട്ട് നമുക്ക് ഏരിയ ഓഫ് ദ ബാർ, എത്ര കറണ്ട് ഉണ്ടോ ഐ ബി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ബി. അങ്ങനെ നമ്മൾ ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഓഫ് ദ റോട്ടർ ബാർ ഈസ് ഓൾസോ ഫൗണ്ട് ഔട്ട്.